വാഴക്കാട് എളമരം പാടശേഖരത്തിൽ 2 ഏക്കർ സ്ഥലത്ത് നടത്തിയ തണ്ണിമത്തൻ കൃഷി വിളവെടുത്തു. കൃഷിവകുപ്പിന്റെ പച്ചക്കറി വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കൃഷി ചെയ്തത്. വിളവെടുപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CV സക്കറിയ അൽജമാൽ നാസറിന് ആദ്യ വിൽപ്പന നടത്തി ഉദ്ഘാടനം ചെയ്തു. കൃഷിവകുപ്പിന്റെ പച്ചക്കറി വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വാഴക്കാട് എളമരം പാടശേഖരത്തിൽ 2 ഏക്കർ സ്ഥലത്ത് വത്തക്ക കൃഷി ചെയ്തിട്ടുള്ളത്. ഗ്രാമോത്സവമായി മാറിയ വിളവെടുപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CV സക്കറിയ അൽജമാൻ നാസറിന് ആദ്യ വിൽപ്പന നടത്തി ഉദ്ഘാടനം ചെയ്തു. ട്രിപ്പ് ഇറിഗേഷൻ പദ്ധതിയിലൂടെ വാഴക്കാട് പഞ്ചായത്തിൽ തന്നെ ആദ്യമായാണ് വത്തക്ക കൃഷി ചെയ്യുന്നത്. യുവകർഷകൻ മപ്പുറം അബ്ദുസലീമിന്റെ നേതൃത്വത്തിൽ ഗോപിനാഥൻ മാവൂർ, എളമരം അലി എന്നിവർ ചേർന്ന് 2 ഏക്കർ സ്ഥലത്താണ് ഹൈബ്രിഡ് വിത്ത് ഉപയോഗിച്ച് വത്തക്ക വിളയിറക്കിയത്. 3 മാസം കൊണ്ട് വലിയ വിളവെടുപ്പാണ് ലഭിച്ചതെന്ന് കർഷകർ പറയുന്നു. ഇപ്പോൾ നല്ല അത്യാവശ്യം വിളവെടുപ്പുണ്ട്, 100% വിളവെടുപ്പാണ്. ആവശ്യമായ ജലം, ആവശ്യമായ വളം കൊടുക്കുക എന്നുള്ള രീതിയിലാണ്, ആവശ്യമായ സമയത്ത് കൊടുക്കുക എന്നുള്ള രീതിയിലാണ് നമ്മൾ കൃഷി അവലംബിച്ചിട്ടുള്ളത്. തുല്യതന, അതായത് മൾട്ടി ഷീറ്റ്, ഡ്രിപ്പ് ഇറിഗേഷൻ. അപ്പോൾ നമുക്ക് ആ രീതിയിൽ ചെയ്തതിനെ കൊണ്ട് നമുക്ക് ജലം ലാഭിക്കാനും കഴിയും, വളങ്ങൾ ലാഭിക്കാനും കഴിയും. ആ രീതിയെ കൊണ്ട് നമുക്ക് കർഷകർക്ക് ഒരുപാട് ലാഭം ഉള്ള രീതിയിലാണ് നമ്മൾ കൃഷി രീതി. കൃഷിവകുപ്പിന്റെ പച്ചക്കറി വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന കൃത്യത കൃഷി, ക്ലസ്റ്റർ അടിസ്ഥാനത്തിലുള്ള പച്ചക്കറി കൃഷി എന്നീ പദ്ധതികളുടെ സാമ്പത്തിക സഹായവും ശാസ്ത്രീയ കാർഷിക നിർദ്ദേശങ്ങളും ഇവർക്ക് ലഭ്യമായിട്ടുണ്ട്. കൃത്യത കൃഷിയിൽ വിളകൾക്ക് ആവശ്യമായ വെള്ളം കൃത്യമായ രീതിയിൽ കണിക ജലസേചനം വഴി ലഭ്യമാക്കുന്നതോടൊപ്പം ആവശ്യമായ വളങ്ങളും ഏറ്റക്കുറച്ചിലില്ലാത്ത വെള്ളത്തോടൊപ്പം ചെടിക്ക് ലഭ്യമാക്കുന്നു. കീടനാശിനികളുടെ ഉപയോഗം പരമാവധി കുറച്ച് ഫെറോമോൺ കെണി മുതലായ ജൈവമാർഗങ്ങളുടെ വിളകളെ സംരക്ഷിച്ച് തികച്ചും വിഷമുക്തമായ തണ്ണിമത്തനാണ് ഇവിടെ നിന്ന് ലഭിക്കുന്നത്. എളമരം പാടശേഖരത്തിൽ നടന്ന പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CV സക്കറിയ, കൃഷി ഓഫീസർ സൈഫുന്നീസ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷെരീഫ ചിങ്ങംകുളത്തിൽ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, എടവണ്ണപ്പാറ.